റുക്കൂയിലേക്കാൻ പോകുമ്പോൾ ഈ ടൈറ്റുള്ള പാൻ്റല്ലേ ഇത് താഴോട്ട് ഇങ്ങോട്ട് താഴും. മുകളിലേക്ക് ഇറക്കം കുറഞ്ഞതാണ് ബനിയൻ അല്ലെങ്കിൽ ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് എന്താണെങ്കിൽ അതിങ്ങ് മേലോട്ടും വരും. പിന്നെന്താ സംഭവിക്കുക? പിന്നെന്താ അവിടെ നടക്കുക? ഔറത്ത് വെളിവാവുകയാണ്. നമസ്കാരം ബാത്തിലാവല്ലേ? നിസ്കാരം കഴിഞ്ഞിട്ട് സഹോദരൻ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അയാൾ ദേഷ്യപ്പെടുകയും ചെയ്താലോ? പിന്നെ ആരും പറയോ? പിന്നെ അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. നാം കുനിയുമ്പോഴും നിവരുമ്പോഴും ഒന്നും വെളിവാകാത്ത നിലക്ക്, ഔറത്ത് വെളിവാകാത്ത നിലക്ക് എങ്ങനെ വസ്ത്രം ഉടുക്കണോ അങ്ങനെ വസ്ത്രം ധരിക്കണം. അത് പുരുഷന്റെ വസ്ത്രത്തിൽ അവൻ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സംഗതിയാണ്. പിന്നെയോ ഔറത്ത് മറക്കുന്നത് എന്തിനാണ്? വസ്ത്രത്തിന്റെ, മനുഷ്യന്റെ ശരീരത്തിന്റെ ഔറത്തിന്റെ ഹജ്മ്, അതിന്റെ വലിപ്പവും അതേപോലെയുള്ള കാര്യങ്ങളൊന്നും വെളിവാകാതിരിക്കാനാണ്, അതിന്റെ ബോഡി ഷേപ്പ് അല്ലേ? അപ്പൊ ഇന്ന് ഈ ജീൻസ് വസ്ത്രം ധരിക്കുന്ന ആളുകളുണ്ടല്ലോ, ജീൻസ് വസ്ത്രം ധരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ആളിങ്ങനെ പോകുന്നത് കണ്ടാൽ എന്താ തോന്നുക? ഏതോ ഒരു കളറിലുള്ള ഒരു ഔറത്ത് ഇങ്ങനെ പോണ്, വേറൊരു കളർ അടിച്ചിരിക്കുന്നു എന്നുള്ള വ്യത്യാസമുള്ളൂ. ബാക്കെല്ലാം ഉടുക്കാത്ത ആള് നടന്നു പോകണ പോലെ തന്നെ. പിന്നെ എന്താ വ്യത്യാസമുള്ളൂ? ഒരു കളർ ചേഞ്ച് ഉണ്ട് മൂപ്പര കാലും തൊടിയൊക്കെ, ഇത്രയേ ഉള്ളൂ എന്നാണ്. ഇത് നമ്മൾ വിചാരിക്കുന്നത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ് പാടില്ലാത്തതെന്ന്. എങ്ങനെ? പുരുഷന്റെ ഔറത്തും ഇങ്ങനെ മുഴച്ച് കാണുന്ന നിലക്കുള്ള ടൈറ്റ് ജീൻസ് പോലെയുള്ള, അതിനാണ് ഏറ്റവും ഒരു വെളിവാകുക. നമ്മൾ ഒഴിവാക്കേണ്ട സംഗതിയാണ്. അവന്റെ ഔറത്ത് വെളിവാകണം. അതിലൂടെ അവൻ നമസ്കരിക്കുമ്പോ ഇരിക്കുമ്പോ ഒക്കെ അവന്റെ ആ നിലക്ക് വെളിവാകുന്ന നിലക്ക് ഇങ്ങനെ ഇറുകി പിടിച്ചിട്ട് കിട്ടൂല ശരീരത്തിന്. പറയല്ലേ, ഇപ്പൊ ചെറുപ്പക്കാര് ചൂടാക്കി കഴിച്ചിലാണെന്നാ പറയാ. ഈ PVC പൈപ്പ് ഉണ്ടല്ലോ, കൊള്ളാൻ ആ ചൂടാക്കി കഴിച്ചത് എന്നതുപോലെ ചൂടാക്കിയിട്ട് കാര്യം വെളുക്കാൻ കഴിക്കുക. അവന് കുനിയാനും വയ്യ, നിവരാനും വയ്യ. ഈ സാധനം മൂത്രയിക്കാൻ പെടുന്ന പാട് കണ്ടിട്ടില്ലേ? മൂത്രയിച്ച അവന്റെ മൂത്രം പോകുമോ? ശരിക്ക് കൃത്യമായിട്ട് പോകുമോ? ഇല്ല. എന്നിട്ട് അതും കൊണ്ട് ഒരുവിധം ഒപ്പിച്ചിട്ട് അവൻ പള്ളിയിൽ കയറുന്നത്. ഇവന്റെ നിസ്കാരം എന്താ? ഖബറിൽ ശിക്ഷിക്കപ്പെടുന്ന രംഗം ഞാൻ കണ്ടുപോയി എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തൊരാളും കാണാത്ത സംഗതി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും കേൾക്കുകയും ചെയ്തില്ലേ? ഒരു ഖബറിന്റെ കാര്യം, ശിക്ഷിക്കപ്പെടുന്ന രംഗം അവിടുന്ന് കേട്ടില്ലേ? എന്താ സഹാബത്തിനോട് പറഞ്ഞത്? അയാൾ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വൃത്തിയാക്കാറില്ലായിരുന്നു അല്ലേ? വളരെ ഗുരുതരമാണ് സഹോദരങ്ങളെ. അപ്പൊ ടൈറ്റ് വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ കുറെ ആരോഗ്യപരമായും നമ്മുടെ ഇബാദത്ത് സംബന്ധമായും ഒക്കെ പ്രശ്നങ്ങളിലേറെ വരാനുണ്ട്. അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ, എന്തൊരു വിഷമം തോന്നും, ഇങ്ങോട്ട് ഇറുകി പിടിച്ച് എന്താ അവന്റെ ഒരു കോലം. പിന്നെ എന്തിനാ അവനത് ധരിച്ചത്? അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അത് സുഹൃത്തുക്കളെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന സംഗതിയാണെന്ത്? ഒരിക്കലും വസ്ത്രം നെരിയാണിക്ക് താഴെ താഴാൻ പാടില്ല. നെരിയാണിക്ക് താഴെ തൂങ്ങിയത് പിന്നാരി നരകത്തിലാണ്. എന്താ പറഞ്ഞത്? നെരിയാണിക്ക് താഴെ തൂങ്ങിയൊരു നരകത്തിലാണെന്ന് പറഞ്ഞാൽ ആ ഭാഗം നരകത്തിലാണ് ഉറപ്പാ. അപ്പൊ ബാക്കി പുറത്തുണ്ടല്ലോ എന്ന് പരിഹാസം പറയുന്ന ചെറുപ്പക്കാരില്ലേ സഹോദരങ്ങളെ? എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അഹ്വനന്നാസി, ജനങ്ങളിൽ ഏറ്റവും താഴേക്കടയിലുള്ള നിസ്സാരമായ ശിക്ഷ ലഭിക്കപ്പെടുന്ന ഒരു നരകത്തിൽ ഒരാൾക്ക് എങ്ങനെയാണ്? അവന്റെ കാലിൽ ഒരു വലിയ ജ്വാലയുള്ള ഒരു തീക്കട്ടമേൽ ഒരാളെ കയറ്റി നിർത്തുന്നു. തീക്കട്ടം വലി ചവിട്ടി നിൽക്കലാണ് ഏറ്റവും ലളിതമായ ശിക്ഷ നരകത്തില്. എന്നിട്ട് ആ ലളിത ശിക്ഷയുടെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതിലൂടെ അവന്റെ തലച്ചോറ് ഉരുകി ഒലിക്കുന്നു. തലച്ചോറ് ഉരുകി തളച്ചൊലിക്കുന്ന നിലക്കുള്ള ശിക്ഷയാണ് ഏറ്റവും ലളിതമായത്. പിന്നെ കാലിന് നെരിയാണി താഴെ നരകത്തിലായി കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? വളരെ ഗുരുതരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും പുണ്യകരമായ അവസ്ഥയുണ്ട്, അനുവദിക്കപ്പെട്ട അവസ്ഥയുണ്ട്. നമ്മൾ ആ അനുവദിക്കപ്പെട്ട അവസ്ഥയിൽ അപ്പുറം പോകാൻ പാടില്ല. എന്താ അവിടുന്ന് പറഞ്ഞത്? മുസ്ലിമിന്റെ ഉടമുണ്ട് കണങ്കാല് വരെയാണ്, അല്ലെങ്കിൽ അവന് ഏറിക്കഴിഞ്ഞാൽ പോകാവുന്നത് നെരിയാണി വരെയാകുന്നു. ഫമാ കാന അസ്ഫല മിനൽ കഅബൈനി ഫഹുവ ഫിന്നാരി, അതിലും തൂങ്ങി നിൽക്കുന്നത് നരകത്തിൽ തന്നെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഗതിയാണ്. മനഃപൂർവ്വമല്ലാതെ സംഭവിച്ചൂടെ? അത് സംഭവിക്കാം. പാൻസ് ധരിക്കുമ്പോൾ പ്രത്യേകിച്ചും, പാൻസ് ധരിക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ താഴാം. ഈ വസ്ത്രം ധരിക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ താഴൂല. കാരണം ഇതിങ്ങനെ അപ്പുറം താഴാല്ല. കുറച്ച് പാൻസ് ധരിക്കുമ്പോൾ, ഉടുമുണ്ട് ധരിച്ചു തുണിയൊക്കെ കൊടുത്ത് നടക്കുമ്പോൾ മനഃപൂർവ്വമല്ലാതെ താഴാൻ സാധ്യതയുണ്ട്. അതെന്താ? നല്ല ടൈറ്റ് ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ രാവിലെ ബെൽറ്റൊക്കെ അങ്ങനെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ വിശപ്പൊക്കെ ഉള്ളവർ രണ്ടടി നടക്കുമ്പോൾ ചിലപ്പോൾ ഒന്ന് താഴ്ന്നു എന്ന് വരും.
അല്ലെങ്കിൽ തുണി ഒന്ന് വയറൊക്കെ ഒന്ന് ലൂസായി ഒന്ന് താഴോട്ട് താഴ്ന്നു വരും. അതിന് നമ്മൾ കുറ്റക്കാരാണോ? അല്ല. എപ്പോ? ഉടനെ ശ്രദ്ധിക്കണം, കയറ്റി കൊടുക്കണം, കണ്ടാൽ കയറ്റി കൊടുക്കണം. ഓ, ഇതിപ്പോ എനിക്ക് മൗലവിരന്തര ഇളവാണ്, എന്ത് ഡ്യൂട്ടി വരുമ്പോ താഴ്ത്താം, പോകുമ്പോഴേ ടൈറ്റ് വേണ്ടു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞതെന്താ, ചില അവസരങ്ങൾ ഇങ്ങനെ താഴ്ന്നേക്കും. അങ്ങനെ അറിയാതെ താഴ്ന്നാൽ അവൻ ഹറാമ് ചെയ്തവനാകുന്നില്ല, കാരണം അവൻ അറിഞ്ഞിട്ടില്ല, അവൻ അറിയാതെ സംഭവിച്ചതാ. അപ്പൊ ഉടനെ അവൻ കയറ്റി കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ പറഞ്ഞപ്പോ അവിടുന്ന് അതാണ് അതിനെ സംബന്ധമായി വിശദീകരണം കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, ഇത് ചില ആളുകൾ പറയാറുണ്ട്, കിബിറില്ലെങ്കിൽ താഴുന്നതിന് വിരോധമില്ല, കിബിറോടുകൂടിയാകുന്നതാണ് വിരോധിക്കപ്പെട്ടത്. സഹോദരന്മാരെ, കിബിറോടുകൂടിയാണെങ്കിൽ കുറ്റം കൂടി എന്നതല്ലാതെ കിബിറില്ലാതെയാണ് ഞാൻ താഴ്ത്തിയിട്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ന്യായമേ അല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നീ നിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ താഴ്ത്താൻ പാടില്ല. ഇയ്യാക വഇസ്ബാലൽ ലിസാർ, നിന്റെ ഉടമുണ്ട് നീ താഴ്ത്തി ഉടുക്കുന്നത് നീ സൂക്ഷിച്ചോ. കാരണം എന്താണെന്നോ, ഫഇന്നഹാ മിനൽ മഖീലത്തി, അത് താഴൽ തന്നെയും കിബിറിന്റെ ലക്ഷണമാണ്. നിന്റെ മനസ്സിൽ കിബിറുണ്ടോ അല്ലേ എന്നതല്ല ചോദിച്ചത്, കിബിറിന്റെ ലക്ഷണമാണ് നീ താഴ്ത്തി ഉടുക്കൽ. അപ്പൊ അത് താഴൽ തന്നെയും കിബറാണ്. അപ്പൊ കിബിർ നിന്റെ മനസ്സിൽ ഉണ്ടായാലോ ഗൗരവം കൂടി എന്നതല്ലാതെ ഇത് ഗൗരവം കുറഞ്ഞു പോകുന്നില്ല. നമ്മൾ വളരെ ഗുരുതരമായി ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്. ആളുകൾ പറയും, 1/2 ഇഞ്ചിലാണോ നരകവും സ്വർഗവും ഇസ്ലാമൊക്കെ? അര ഇഞ്ചിലാണ്, 1/2 ഇഞ്ച് തന്നെയാണ്. കാരണം ഇതിനൊക്കെ പഠിപ്പിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ നമ്മളോട് ഇത് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ, നമ്മുടെ ആൺമക്കളോട് കൃത്യമായി പറയുക. നമ്മുടെ ഭർത്താവ് ജോലിക്കിറങ്ങുമ്പോൾ പറയാ, ഹറാമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകല്ലേ. ഭാര്യ പറയണം, ഭർത്താവ് അത് ചിന്തിക്കണം. ആരും പറയാനില്ലേ, സ്വന്തത്തെക്കുറിച്ച് ആലോചിക്കണം. ചില ആളുകൾ നമ്മളെപ്പോഴും പറയുന്നത് പോലെ എന്ത് ചെയ്യും, മനസാക്ഷിക്കുത്തോടുകൂടി ഇത് ചെയ്യുന്ന ആളുകളാണ്. എന്താ മനസാക്ഷിക്കുത്തുണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം? അയാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടക്കി വെക്കുന്നു, നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴും മടക്കി വെക്കുന്നു. കാരണം അയാളുടെ മനസ്സ് പറയുന്നു, നിന്റെ വസ്ത്രം ശരിയല്ല, അതുകൊണ്ട് നീ ഉയർത്തിയെടുത്തോ എന്ന് പറയുന്നു. അതുകൊണ്ട് അയാൾ മടക്കി വെക്കുന്നു. നിസ്കാരം കഴിഞ്ഞാലോ സോക്സും ഷൂവും ഇടുന്നതോടുകൂടി തന്നെ അത് താഴ്ത്തിയിടുകയും ചെയ്യുന്നു. ഹറാമായ നിലക്കാണത്. സഹോദരങ്ങളെ, നമുക്കത് പാടില്ല. എന്നാൽ ഈ ഒരു അവസ്ഥ, നെരിയാണിക്ക് താഴെ വസ്ത്രം തൂങ്ങുന്നത് അനുവദിക്കപ്പെട്ടതും അതിന് നിർദ്ദേശം കൊടുത്തതുമായ ഒരു വിഭാഗമുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അത് സഹോദരിമാരാണ്, സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാല് കാണിക്കൽ പാടില്ലാത്തതാണ്, ഔറത്താണ്. സ്ത്രീയുടെ പാദം മറക്കൽ നിർബന്ധമാണ്, നമസ്കാരത്തിലാവട്ടെ അല്ലാത്ത അവസരങ്ങളിലാവട്ടെ. അതുകൊണ്ട് പാദം മറക്കാൻ വേണ്ടി യോജിക്കുന്ന നിലക്ക് അവൾക്ക് വസ്ത്രം ധരിക്കണം. അതിനെന്ത് വേണം? സോക്സ് ധരിക്കാം. സോക്സ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ചില ആളുകൾ പടച്ചോനെ പറ്റിക്കലുണ്ട്. എന്താ? അള്ള പറഞ്ഞത് കാല് കാണാതിരിക്കാനോ ആ കളർ കാണാതിരിക്കാനോ ഒക്കെ അല്ലേ? അപ്പൊ എന്ത് ചെയ്യും? അതേ കളറിൽ സോക്സ് ഇടാൻ, അതേ കളറിൽ തന്നെ സോക്സ് ഇടാം. പിന്നെ ഇതിനാ പണി ചെയ്തത്. അപ്പൊ അതുകൊണ്ട് കാലിന്റെ കളറുള്ള, ബോഡിയുടെ അതേ കളറുള്ള, ശരീരത്തിന്റെ കളറുള്ള ആ രൂപത്തിൽ കണ്ടിട്ടില്ലേ ചില ആളുകൾ? പിന്നെ ഇത് കാണിക്കാൻ വേണ്ടി നടക്കുന്ന പെണ്ണുങ്ങൾ ആ കളറാണല്ലോ ഉപയോഗിക്കുക. എന്തിനാ? അത് ധരിച്ചിട്ടില്ല, അതിന്റെ കാലാൻ തോന്നിക്കണ നിലക്ക് ഉണ്ടോ അല്ലേ എന്നിങ്ങനെ തോന്നുന്ന നിലക്ക് അതിവിദഗ്ധമായിട്ട് അത് ഇബ്ലീസ് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. അത് പാടില്ല, അത് പാടില്ലാത്തതാണ്. പക്ഷേ അവരുടെ പർദ്ദ കൊണ്ട് തന്നെ അങ്ങ് താഴ്ത്തി ഉടുക്കുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി, നിങ്ങൾ സഹാബാ സ്ത്രീകളുടെ ഒരു തഖ്വയും അവരുടെ ഒരു സൂക്ഷ്മതയും നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണുങ്ങളോട് ഇങ്ങനെ പറയാണ്, ഇതാ നിങ്ങളുടെ വസ്ത്രം നിങ്ങൾ നെരിയാണിക്ക് താഴെ വലിച്ചഴക്കരുത്. അങ്ങനെ വലിച്ചഴക്കുന്നവരുടെ നേരെ ലം യൻദുരില്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവരിലേക്ക് കാരുണ്യത്തിന്റെ ഒരു ദർശനം പോലും, ഒരു നോട്ടം പോലും നോക്കുന്നതല്ല എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുക്കുമ്പോ അതാ ഒരു സഹാബാ സ്ത്രീ എഴുന്നേറ്റ് കൊണ്ട് ചോദിക്കുകയാണ്. ഉമ്മു സുലൈമ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ്, ഫകൈഫ യസ്നഉ നിസാഉ ബിദുയൂലിഹിന്ന, സ്ത്രീകൾ എന്ത് ചെയ്യണം നബിയേ? അവരുടെ കാല് ഔറത്തല്ലേ, അത് കാണിക്കാൻ പറ്റില്ലല്ലോ. അവർ താഴ്ത്തി കൊടുത്താൽ നരകത്തിലും പോകുന്നുണ്ടെങ്കിൽ സംഗതി വലിയ ഗൗരവമല്ലേ, എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നു, യുർഖീന ശിബ്റാ, യുർഖീന ശിബ്റാ, ഒരു ചാൺ അവർ താഴ്ത്തി കൊടുക്കട്ടെ. അഥവാ പുരുഷന് അനുവദിക്കപ്പെട്ടതാണ് നിര്യാണി വരെ. ആ അനുവദിക്കപ്പെട്ട സ്ഥലം മുതൽ സ്ത്രീക്ക് അവിടുന്ന് അനുവാദമുണ്ട് ഏതുവരെ? ഒരു ചാണ് വരെ അവർ താഴ്ത്തിയിട്ടോട്ടെ. അപ്പൊ സഹാബാ സ്ത്രീയുടെ അടുത്ത സംശയം, ഫഖാലത്ത് ഇദൻ തൻകശിഫു അഖ്ദാമുഹുന്ന,
അപ്പോഴും കാല് വെളിവാകുന്നുണ്ടെങ്കിലോ നബിയേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എങ്കിൽ ഫയുർഖീനഹു ദിറാഅൻ ലാ യസിദിന അലൈഹി, എന്നാൽ ഒരു മുഴം താഴ്ത്തിയിട്ടോട്ടെ, അതിലും അപ്പുറം വലിച്ചയച്ചുകൊണ്ട് നടക്കാൻ പാടില്ല. അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷന് അനുവദിക്കപ്പെട്ടതിൽ നിന്ന് ഒരു ചാണോ ഒരു മുഴം വരെയോ അവരുടെ വസ്ത്രം താഴ്ത്തി കൊടുക്കാം. എന്തിനാ? അത് കാല് കാണാതിരിക്കാനും ആ നിലക്ക് അവരുടെ ആ ഔറത്ത് ശരിക്കും കൃത്യമായി നടന്നു പോകുമ്പോഴൊന്നും വെളിവാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ സംശയം എന്താ? സംശയം ഇന്നുണ്ടാകാവുന്ന സംശയം അന്നുണ്ടായി. എന്താ സംശയം എന്നറിയോ? ഇത് കേട്ടപ്പോ ഒരു സഹാബ സ്ത്രീ ചോദിക്കുകയാണ് നബിയോട്, യാ റസൂലല്ലാഹ് ഇന്നലനാ തരീഖൻ ഇലൽ മസ്ജിദി മുൻതിനാ, ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ ചിലയിടത്തൊക്കെ ചെളിയും ചിലയിടത്തൊക്കെ അതേപോലെ തന്നെ കാലിൽ വസ്ത്രത്തിൽ നമ്മൾ ആവാൻ ഇഷ്ടപ്പെടാത്ത വസ്തുക്കളെ സ്ഥലത്ത് കൂടെ നടന്നു പോയില്ലേ? ഇത് നജസാവില്ലേ? ഇപ്പൊ നിസ്കരിക്കാനല്ലേ പള്ളിയിലേക്ക് പോകുന്നത്? കേട്ടോ, പള്ളിയിൽ കോണ മസല ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കണ്, നിങ്ങൾക്ക് നിങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ നല്ല നിസ്കരിക്കാം, പിന്നെ എങ്ങനെ പള്ളിയിൽ നിന്ന് വൈക്ക് പോകുമ്പോ ചളിയാവുക എന്ന് ചോദിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. അതാ അവർ തിരിച്ചു ചോദിക്കുന്നു, ഫകൈഫ നഫ്അലു ഇദാ മുതിർനാ, മഴയൊക്കെ പെയ്ത് വഴിയിലൊക്കെ ചെളിയായി കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോ വസ്ത്രമൊക്കെ ആകെ അഴുക്കായി വൃത്തികേടാവില്ല നബിയെ, എന്ത് ചെയ്യണം? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അലൈസ ബഅദഹാ തരീഖുൻ ഹിയ അത്യബ മിൻഹാ, ആ എപ്പോഴും ചളിയുള്ള സ്ഥലം അല്ലെങ്കിൽ ചളിയില്ലാത്ത സ്ഥലവുമില്ലേ? ചളിയുള്ള സ്ഥലമാണ് കഴിഞ്ഞാൽ പിന്നെ നല്ല സ്ഥലമല്ലേ? ആ നല്ല സ്ഥലത്ത് കൂടിയും പോകൂലേ നിങ്ങള്? കാലത്ത് അവർ പറഞ്ഞു, ഖുൽതു ബലാ, അതേ റസൂലേ, അങ്ങനെയും ഉണ്ടാകാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫഹാദിഹി ബിഹാദിഹി, അത് ഇതുകൊണ്ട് ശുദ്ധീകരിച്ചു കൊള്ളുന്നു. അവിടെ വന്ന പ്രശ്നം ഇതുകൊണ്ട് ശുദ്ധീകരിച്ചു കൊള്ളും. അതായത് ശേഷം വരുന്നത് ശുദ്ധീകരിക്കും എന്ന് മുമ്പ് കഴിഞ്ഞു പോയതിനെ. അത് സ്ത്രീകൾക്ക് അള്ളാഹു നൽകിയ ഒരു ഇളവാണ്. ആ ഇളവ് പുരുഷന്മാർക്കില്ല. ഞാൻ പാൻറ് ഇങ്ങനെ താഴ്ത്തിയിട്ടിഞ്ഞ മസല ഉണ്ടാക്കണ്ടായിരുന്നു. പാൻറ് ഇങ്ങനെ താഴ്ത്തിയിട്ട് അതിങ്ങനെ അടിച്ചിങ്ങനെ കോരി തറന്നാൽ അപ്പുറത്തുള്ള നല്ല സ്ഥലത്തെത്തി അത് ഇതുകൊണ്ട് ശുദ്ധമാകുന്നു. പെണ്ണിനോടാ പറഞ്ഞത്, ആണിനോടല്ല. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ആ നിലക്കുള്ള അനുവാദം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുകയാണ്. അപ്പോ ഈ നിലക്ക് വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കിങ്ങനെ താഴ്ത്തിയെടുക്കാനുള്ള അനുവാദം കൊടുത്തു എന്ന്